ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് പുറത്തു വരുന്നതുവരെയും ഇടവിട്ട് തുടർച്ചയായിട്ടുള്ള സമരങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ തീർക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ രണ്ട് മുന്നണികളും ചേർന്നിട്ടുള്ള കുറുവാ സംഘം നടത്തിയിട്ടുള്ള കൊള്ളയ്ക്കെതിരെയുള്ള സമരമാണ്. മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി. SITയുടെ അന്വേഷണമല്ല ഇതിന് വേണ്ടത്, മറിച്ച് നിഷ്പക്ഷമായ രീതിയിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഇതിന് വേണ്ടത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകളിൽ ED റെയ്ഡ് നടത്തിയത്. ഒരേ സമയമായിരുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ED റെയ്ഡ് നടത്തിയത്. ഇനി കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലും ED എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ED കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലും വൈകാതെ എത്തിച്ചേരും എന്നാണ് BJP നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അനൂപ് ആന്റണി. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം നടന്ന സമരം, ആ പ്രതിഷേധ മാർച്ച് അത് ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ സമാരാധനായ നേതാവുമായിട്ടുള്ള ശ്രീ V മുരളീധരൻജി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഏറ്റുമാനൂർ ശ്രീ VN വാസവൻ അവരുടെ ഓഫീസിലേക്ക് മാർച്ച് നടന്നിരുന്നു. പാർട്ടിയുടെ നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അത് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലേക്കും പ്രിയങ്ക ഗാന്ധിയുടെ തിരുവമ്പാടിയിലെ മുക്കത്തെ ഓഫീസിലേക്കും ഈ വരുന്ന 22-ാം തീയതി വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം യുവമോർച്ച നടത്തുന്ന ഒരു വലിയ സമരം നമ്മൾ അസംബ്ലിയിലേക്ക് ഒരു മാർച്ച് എന്ന രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ശ്രീമാൻ ആന്റോ ആന്റണിയുടെ ഓഫീസിലേക്കുള്ള ഒരു വലിയ സമരം ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിൻ്റെ ഓഫീസിലേക്ക് ആറ്റിങ്ങലിലേക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെടുമങ്ങാട് പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പ്രശാന്തിൻ്റെ ഓഫീസിലേക്കും ഭവനത്തിലേക്കും ഒരു മാർച്ച് കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഇടവിട്ട് തുടർച്ചയായിട്ടുള്ള സമരങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ തീർക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്നും ഭക്തജനങ്ങൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ രണ്ട് മുന്നണികളുടെയും ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് പുറത്തു വരുന്നതുവരെയും CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുന്നത് വരെയും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും പാർട്ടിയുടെ വിവിധ നേതാക്കന്മാരും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി. എന്താ ഈ തന്ത്രിയെക്കുറിച്ച് ഞങ്ങളോട് മാത്രം ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നത് എന്നുള്ളത് തന്നെ വിരോധാഭാസമാണ്. ഈ ഞങ്ങളുടെ ഒരു പ്രതിഷേധം UDFിനും LDFിനും എതിരെയാണ്. ഈ രണ്ട് മുന്നണികളും ചേർന്നിട്ടുള്ള കുറുവാ സംഘം നടത്തിയിട്ടുള്ള കൊള്ളയ്ക്കെതിരെയുള്ള സമരമാണ്. എന്തിനാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത്? ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലേ. ഈ സമരങ്ങൾ ചെയ്യുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും തുടർച്ചയായി പറയുന്ന ഒരു കാര്യം, ഈ SITയുടെ അന്വേഷണമല്ല ഇതിന് വേണ്ടത്, മറിച്ച് നിഷ്പക്ഷമായ രീതിയിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഇതിന് വേണ്ടത്. വളരെ ആഴവും പരപ്പുമുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ കാലങ്ങളായി നടന്നു വരുന്ന ഈ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി ഈ സമരങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ എതിരെ ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അതിനെ ലഘൂകരിച്ച് കാണിച്ചുകൊണ്ട് ഒരു വഴിതിരിക്കാനുള്ള ഒരു ശ്രമമൊന്നും ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ചെയ്തെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.